ഇതിന്റെ മ്യൂസിക് സിസ്റ്റം കണ്ടാ നിങ്ങൾ കാണാൻ ഞെട്ടിപ്പോകും. ഇതാണ് ഒരു മ്യൂസിക് സിസ്റ്റം ഇവിടെ ഇരിക്കുന്ന വേറെ ഒറ്റ വണ്ടിയിൽ നിങ്ങൾ കാണത്തില്ല. ഒരുപാട് ഷെയ്ഡ്സ് വരുന്നൊരു ഡിഫറെന്റ്. ഇതിനകത്ത് യെല്ലോ കാണാം. ഈ വണ്ടി എത്ര ആയിട്ടുണ്ട് കോസ്റ്റ്? 9 lakhs ആയിട്ടുണ്ട്. ഓക്കെ, വണ്ടി 7 ലക്ഷം രൂപ. ഓക്കെ, സോ ഓവർ നല്ലൊരു എമൗണ്ട്. ഇതിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ നമ്മുടെ ഹോണ്ടയുടെ ജാസ് കിടപ്പുണ്ട്. ഇതിന്റെ അലൈസും അതിന്റെ ബ്രേക്ക് കാലിപ്പേഴ്സിന്റെ അവിടെ ഇത് ഏത് കളറാണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ലല്ലേ. അതാ ഒരുപാട് ഷെയ്ഡ്സ് വരുന്നൊരു ഡിഫറെന്റ്. ഇതിനകത്ത് യെല്ലോ കാണാം, ഗ്രീൻ കാണാം, ഒരുപാട് കാണാം. അതാ പിന്നെ നമുക്ക് ബ്രേക്ക് ലൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് കസ്റ്റം ബ്രേക്ക് ലൈറ്റാണ് വരുന്നത്. ഇതെല്ലാം വണ്ടി ഓണാക്കുമ്പോൾ കാണാൻ അടിപൊളിയാണ്. പിന്നെ ജസ്റ്റ് താഴെ എക്സ്ട്രാ ബോഡി കിറ്റ് എല്ലാം കയറ്റിയിട്ടുണ്ട്. പിന്നെ താഴെ നമുക്ക് ജസ്റ്റ് ചെറിയ ഇവിടെ ഒരു LED സെക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ വണ്ടി അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓവറോൾ ഇങ്ങനെ ഒരു ലൈൻ അതാ. ഓക്കെ, വേറെ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ വ്ളോഗ് എടുത്തോണ്ടിരിക്കുക. കണ്ട ഇതിന്റെ മ്യൂസിക് സിസ്റ്റം കണ്ടാ നിങ്ങൾ കാണാൻ ഞെട്ടിപ്പോകും. ഇതാണ് ഒരു മ്യൂസിക് സിസ്റ്റം ഇവിടെ ഇരിക്കുന്ന വേറെ ഒറ്റ വണ്ടിയിൽ നിങ്ങൾ കാണത്തില്ല. അത്രയും അമ്മാതിരി രീതിയിലുള്ള കണ്ട മ്യൂസിക് സിസ്റ്റം കണ്ട. നമ്മുടെ ജാസ് ഞാൻ കാണിച്ചു. ഇതിന്റെ ഓണറിനെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടാ ഈ നിൽക്കുന്നതാണ് നമ്മുടെ ഹോണ്ട ജാസിന്റെ ഓണർ. ജസ്റ്റ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കാണാം ഓവറോൾ വണ്ടിയുടെ ഇന്റീരിയറിലൊന്നും വലിയൊരു സംഭവം നിങ്ങൾക്ക് ഡിഫറൻസ് ചെയ്യുന്നില്ല. പക്ഷെ വണ്ടി പുറമേ പിന്നെ മ്യൂസിക് സിസ്റ്റം സംഭവമൊക്കെ വേറെ ലെവലിൽ. പിന്നെ ഗിയർ നോബ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റ് കുറച്ച് കാർബൺ ഫൈബർ ടെക്സ്ചറും ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും എല്ലാം കുറച്ച് കാർബൺ ഫൈബറിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും വണ്ടി ഫ്രണ്ടിൽ ജസ്റ്റ് എക്സ്ട്രാ കിറ്റിംഗ് കയറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ DRLും ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഈ ഹെഡ്ലൈറ്റ് നമ്മുടെ ഹോണ്ട ജാസിൻ്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. ഇത് ഡിഫറെൻറ്റ് രീതിയിലുള്ള ഭയങ്കര ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ്സ് കൊടുത്തേക്കുന്നത്. പിന്നെ കണ്ട ഓവറോൾ വണ്ടിയുടെ താഴെ നിന്നുള്ളൊരു പോർഷൻ കണ്ട ഇങ്ങനെയാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് വണ്ടിയാണ്. സോ കേസ് നമുക്ക് നമ്മുടെ ഈ ഒരു ഹോണ്ട ജാസിൻ്റെ ഓണറിനെ കിട്ടിയിട്ടുണ്ട്. പുള്ളിയാണ് ഓണർ. ബ്രോയുടെ പേരെന്താ? ജെഫിൻ. ഓക്കെ, സോ ബ്രോ ഓവറോൾ ഈ വണ്ടി എത്ര ആയിട്ടുണ്ട് കോസ്റ്റ്? 9 lakhs ആയിട്ടുണ്ട്. ഓക്കെ, വണ്ടി 7 ലക്ഷം രൂപ. ഓക്കെ, സോ ഓവർ നല്ലൊരു എമൗണ്ട് ഇട്ടേക്കുന്നൊരു വണ്ടിയാണിത്. അത് ആ വണ്ടിയിൽ കാണാനും ഉണ്ട് കണ്ട. അഗ്രസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് ഒരു വണ്ടിയാണ്. പിന്നെ ആ ബ്രോ ഡെയിലി ഡ്രൈവർ കാറല്ലേ ഇതല്ല? ബ്രോയുടെ ഡെയിലി ഡ്രൈവർ കാറാണത്. ജസ്റ്റ് ബാക്ക് സീറ്റൊക്കെ കണ്ട. ഇന്റീരിയർ സൈഡിലൊക്കെ വലിയൊരു മോഡിഫിക്കേഷൻ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ പുറമേ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം. വേറെ നമ്മുടെ കമ്പനി വരുന്ന ഹോണ്ട ജാസും തമ്മിലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ്. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അതിൻ്റെ കളർ തീം തന്നെയാണ്. നമുക്ക് അവിടുന്ന് ഇവിടെയൊക്കെ വേറെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ തോന്നും. പിന്നെ നമ്പർ പ്ലേറ്റിന് താഴെ തന്നെ കുറച്ച് ഇതൊക്കെ കൊടുത്ത് വേറെ. Careful with your pretty eyes and run with me, you're young. 'Cause you and I are a secret. Feel my drift against your skin. 'Cause honestly, let's hold our breath. This is so real. Just you and me, let's escape, girl, tonight. Careful with your pretty eyes and run with me, you're young. 'Cause